കാർപോർച്ച് സൈഡിൽ നിന്നാണ് സ്റ്റെപ്പ് കയറുന്നത്. ഓക്കെ, കാർപോർട്ട് സൈഡിൽ നിന്ന് സ്റ്റെപ്പ് കയറണം വലതുവശത്തുനിന്ന്. ഓക്കെ ഓക്കെ. ആ പിന്നെ ഇതിനെ സെന്ററിൽ വരുന്നത് ഹൈറ്റ് 2.83 2.83. ആ സീലിംഗിന്റെ ഹൈറ്റ്. ബീം താഴോട്ട് ഇറങ്ങിയിരിക്കും. ഓക്കെ. പിന്നെ അത് തന്നെ ആ പാസേജിലും അതേ 2.83 തന്നെ. ആ ഉള്ളിലെ സിറ്റ് ഔട്ടിലും അത് തന്നെ. അവിടെ നമുക്ക് ലൂവർ ചെയ്യണം. സീലിംഗ് ചെയ്യണം. ലൂവർ ചെയ്യുമ്പോ എഡ്ജില് നമുക്ക് ഒരു 2 ഇഞ്ചിന്റെ ടേപ്പ് ബീഡിങ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അത് ഇടണ്ടോടത്ത് മതി, പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നിടത്ത്, അല്ലാത്തടത്ത് വേണ്ട കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലോയറിലേക്ക് കയറൂലേ, ഈ പാസേജ് ഫ്ലോയർ അല്ലെ. ആ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇത് കണ്ട, അത് നമ്മള് ഷൂ വെക്കാനായിട്ട് ഒരു സിറ്റിംഗ് ആണ് അവിടെ. 60 സെന്റിമീറ്ററിൽ ഒരു സിറ്റിംഗ് ആണ്. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് അങ്ങോട്ട് കിടക്കണോടത്ത് നമുക്ക് ഒരു ചെറിയ ആർച്ചിന്റെ അവിടെ ചെറിയ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണം, കാലുമ്മ ബോക്സ് ആയിട്ട്. അത് റൈറ്റ് സൈഡിലും വേണം. മനസ്സിലായ? കവാടം പോലെ. അത് വാർത്തേക്കണത് ഏകദേശം 9 അടിക്കാണ് വാർത്തേക്കണത്. അതിന്റെ ടോപ്പ് ഹൈറ്റ് 9 അടിക്ക്. ഇതിൽ നമ്മൾ ഇന്റീരിയർ ചെയ്യേണ്ടാത്ത ഭാഗമില്ലേ, നമ്മൾ നേരത്തെ ചെയ്ത ഭാഗമില്ലേ, അത് ബെഡ്റൂം. ലെഫ്റ്റ് സൈഡ് ബെഡ്റൂം. മാസ്റ്റർ ബെഡ് ഇതാണോ? അതാണ് ചെയ്തേക്കുന്നത്. അതും ബാത്റൂമാണ് ചെയ്തേക്കണം. ബാക്കിയെല്ലാം ചെയ്യണം അല്ലേ? ബാക്കിയൊക്കെ ചെയ്യണം. ഇവിടെ വരുന്നത് പ്രയർ റൂം അല്ലേ? അത് പ്രയർ റൂമിൽ ഒന്ന് ഒതു കൊടുക്കുന്ന സ്ഥലം, കാല് കഴുകണ സ്ഥലം, ചെറിയ പോർഷൻ. പിന്നെ ഈ ഇടതുവശത്തേക്കാണ് നമ്മൾ നിഷ്കരിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തെരഞ്ഞിരിക്കണം, പടിഞ്ഞാറോട്ട്. അതൊന്നും വേണ്ട, പ്ലെയിൻ മതി. പിന്നെ അതിനകത്തൊന്ന് ചെറുതായിട്ട് ചെയ്താൽ മതി. ഇതിപ്പോ നമുക്ക് ചെയ്യണം. ആദ്യം സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കൂടെ ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു മീറ്റിംഗ് ആണ്. നമുക്ക് സ്ട്രക്ചർ ചെയ്യുന്നതിന് മുമ്പുള്ള മീറ്റിംഗ് ആണ് ഇത്. അടുത്ത ബെഡ്റൂം നമ്മൾ ചെയ്താണ്. പിന്നെ ഈ ഫസ്റ്റ് ലിവിംഗ് ഗസ്റ്റ് ലിവിംഗ് ഉണ്ടല്ലോ, ഫ്രണ്ട് വശത്ത്. ഫാമിലി ലിവിംഗ് ആണോ? അല്ല, മറ്റേ ലിവിംഗ് ഫ്രണ്ടില് സിറ്റ് ഔട്ടിന്റെ സൈഡിലുള്ളത്. ഇതോ? പോയറിന്ന് വലത്തോട്ട് കയറണതേ. അവിടെ അതാണ് ഇത്. അതില് ഈ ഫ്രണ്ട് വശത്ത് വന്നത് ഫുള്ള് ജനലാണ്. അത് ഞാൻ വീഡിയോ അയച്ചിട്ടുണ്ടല്ലോ, അത് നോക്കുമ്പോ അറിയാൻ പറ്റും കേട്ടോ. ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. അതെന്ത് അപ്പൊ ഞാൻ അയച്ചിരുന്നു പോയാ? അത് ഒന്നും കൂടെ തപ്പേണ്ടി വരും, അതുകൊണ്ട് ഒന്നും കൂടെ ഷെയർ ചെയ്യണേ. നമ്മളിപ്പോ എത്ര ബെഡ്റൂം നമ്മള് നേരത്തെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്? ഒരെണ്ണം. ഈ ഒരു ബെഡ്റൂം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? ഓക്കെ. പിന്നെ അടുത്ത ബെഡ്റൂം, ബാത്റൂം, പിന്നെ ഡൈനിങ്, ഫാമിലി ലിവിംഗ്, ഇത് വാഷ് ബേസ് വരും. ഇവിടെ വർക്ക് ഏരിയ, കിച്ചൺ ഓപ്പൺ കിച്ചൺ അല്ലേ? കിച്ചൺ ഓപ്പൺ കിച്ചൺ. കിച്ചൺ വർക്ക് ഏരിയയും കിച്ചണും അവിടെ നിർത്ത്, ബാക്കി ചെയ്യാം. അത് നമുക്ക് ഇത്തിരി കൂടുതലുണ്ട്, അത് ഞാൻ ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ വർക്ക് ഏരിയയും കിച്ചൺ വർക്ക് ഏരിയ ഇപ്പൊ ചെയ്യണ്ട, ബാക്കി എല്ലാമാണ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ചെയ്യണം. ഇതൊരു പിന്നെ മീഡിയം കോമൺ ബാത്റൂമും മറ്റേ പുറത്തേക്കുള്ള ബാത്റൂമും വേണ്ട, സ്റ്റോർ റൂമും വേണ്ട. കിച്ചൺ വർക്ക് ഏരിയ, സ്റ്റോർ റൂം, പിന്നെ കോമൺ ബാത്റൂം ഇത്രയും വേണ്ട. ഔട്ട് സൈഡിലേക്കുള്ള ബാത്റൂം അത്രയും വേണ്ട. കോമൺ ബാത്റൂം ഇത്രയും വേണ്ട. നമുക്ക് ചെയ്യാനുള്ളത് 2 ബെഡ്റൂം വിത്ത് ബാത്റൂം ഉണ്ട്, പിന്നെ ഡൈനിങ് ഉണ്ട്, പിന്നെ പ്രയർ ഏരിയ ഉണ്ട്, വാഷ് കൗണ്ടർ ഉണ്ട്. സിറ്റ് ഔട്ട് ഒക്കെ നമുക്ക് എക്സ്റ്റീരിയറിലായിട്ടാ വരുന്നത്. സിറ്റ് ഔട്ടിന്റെ വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ആ സീലിംഗ് മാത്രം ചെയ്താൽ മതി. സിറ്റ് ഔട്ടില് ഇതിന്റെ എക്സ്റ്റീരിയർ ചെയ്യിക്കുന്നുണ്ടോ? എക്സ്റ്റീരിയർ ചെയ്ത വീഡിയോ അല്ല ഞാൻ ഇട്ട് തന്നേക്കണം. പിന്നെ എക്സ്റ്റീരിയർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ചെയ്തേക്കണാണ്. സിറ്റ് ഔട്ടില് നമുക്ക് ആകെ അതിന് ചുറ്റും ഹാൻഡിലും ആ സീലിംഗും മാത്രം മതി. നമ്മള് മറ്റേ മാഡോ ആണ് ഡിസൈൻ ചെയ്യുന്നത്. ലിവിംഗ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റീരിയല്
ലിവിംഗ് മുതലാണ് നമ്മൾ ഇന്റീരിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അപ്പോ എക്സ്റ്റീരിയലിന്റെ ആ സീലിംഗ് അത് വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സെപ്പറേറ്റ് ഉൾക്കൊള്ളിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? അതെ, ഇത്രയാണ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണ മാഡം ആണ് ഇത് ചെയ്യണ ആള്. ഞാൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇത് ചെയ്യണ ആളാരാന്ന് വെച്ചാൽ ആളോട് വിളിക്കാൻ പറ, എന്നാലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ നിങ്ങളുടെ സാറ് വിളിച്ചപ്പോ പുള്ളി ഒരു റേറ്റും കാര്യങ്ങളും പറയണ്ട, പുള്ളിനോട് ചോദിക്കുന്നത് എന്തൊക്കെ ചെയ്യാനാണെന്ന് ചോദിക്കുമെന്ന്. ഈ പറഞ്ഞ മീറ്റിംഗ് വെച്ചൊരു സ്ട്രക്ചർ ചെയ്യാം. സ്ട്രക്ചർ ചെയ്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യാം. അപ്പൊ ഒരു മീറ്റിംഗ് കൂടെ കണ്ടക്ട് ചെയ്യാം. ശരി ശരി, ഓക്കെ. ശരി.